ക്യാബിനറ്റിനകത്ത് കഴിഞ്ഞ ദിവസം വളരെ ഗൗരവമായി ഞങ്ങൾ ഈ പ്രശ്നം ചർച്ച ചെയ്തിരുന്നു. വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എല്ലാ ഉദ്യോഗസ്ഥ തലത്തിലേക്കും പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മാത്രം നിയമിക്കുന്നു. താലൂക്കിലെയും കളക്ടറേറ്റിലെയും JS-മാർ SS-മാർ വരെയുള്ളവരെ നിയമിക്കുന്നു എന്നുള്ളത് ഒരു ഗുരുതരമായ പ്രശ്നമായി ക്യാബിനറ്റ് തന്നെ കണ്ട് ഇലക്ഷൻ കമ്മീഷനോട് അക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വളരെ അടിയന്തരമായി പട്ടയം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ റവന്യൂ കാര്യങ്ങളിൽ സേവനം കൊടുക്കേണ്ട ആളുകളെ പൂർണ്ണമായിട്ടും ഇപ്പോൾ SIR ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത്. 2.5 മാസക്കാലമായി അതിന്റെ പിറകിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തിൽ മറ്റു വകുപ്പുകളുടെ കൂടി ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രധാന പോയിന്റുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട പോയിന്റിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അടിയന്തരമായി ഈ അപേക്ഷകൾ ലഭ്യമായ മുറയ്ക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ പ്രവർത്തനങ്ങൾക്ക് ചുമതലപ്പെടുത്തുകയും ചെയ്യും. ഇലക്ഷൻ കമ്മീഷന് കൂടി അനുവാദം വേണം ആ കാര്യത്തിൽ എന്നുള്ളത് കൊണ്ടാണ്. ഇന്നലെയാണ് ക്യാബിനറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആ കാര്യത്തിൽ വന്നത്. നേരത്തെ പ്രാഥമികമായിട്ടൊരു ചർച്ച ചീഫ് സെക്രട്ടറി നടത്തിയിരുന്നു. ചില കാര്യങ്ങൾ കൂടി നടത്താനുണ്ട്. അപ്പോൾ ചീഫ് സെക്രട്ടറി ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ പുറത്താണ്. ദൈവം വന്നാലുടൻ നേരിട്ട് ആ കാര്യങ്ങൾ സംസാരിച്ച് ഇലക്ഷൻ കമ്മീഷനെ ഇതിൻ്റെ ഒരു അനിവാര്യതയും അടിയന്തരാവസ്ഥയും ബോധ്യപ്പെടുത്തും. ഡിജിറ്റൽ റീസർവേ 10 ലക്ഷം ഹെക്ടറോളം ഭൂമി ഇതിനകം അളന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു ചരിത്ര നീക്കമാണ്. ഏതാണ്ട് 85 ലക്ഷത്തോളം ലാൻഡ് പാഴ്സലുകൾ അളന്ന് തിട്ടപ്പെടുത്തി. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് 350 വില്ലേജുകളിലെങ്കിലും 13 പ്രസിദ്ധീകരിക്കാനാകും. 600ഓളം വില്ലേജുകളിൽ 500നും 600നും ഇടയിലുള്ള വില്ലേജുകളിൽ 92 പ്രസിദ്ധീകരിക്കാനാകും. അപ്പോൾ തന്നെ ഒരു 2 വർഷക്കാലം കൊണ്ട് ചെയ്യാകുന്നതിന്റെ ഏറ്റവും വലിയ നമ്പറായി അത് മാറും എന്നുള്ളതാണ് വിശ്വാസം. അതിന്റെ ഭാഗമായിട്ടുള്ള ഇന്റഗ്രേറ്റഡ് പോർട്ടൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്റഗ്രേറ്റഡ് പോർട്ടൽ 33 വില്ലേജുകളിൽ ഞങ്ങൾ പരിശോധിച്ചു നോക്കി. വളരെ ക്ലിയർ ആയിട്ടാണ് ആ നടപടിക്രമങ്ങൾ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കാൽവെപ്പാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ രജിസ്ട്രേഷനും റവന്യൂവും സർവേയും കൂട്ടിയോജിപ്പിച്ച ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ. പേളും റിലീസും ഇമാപ്പിനും പകരം ഇത് 3ഉം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അതുകൊണ്ട് ഇനി ക്രയവിക്രയങ്ങളിൽ പ്രയാസം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അല്ല, സർക്കാരിന്റെ മുമ്പിലുള്ള ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളിലെല്ലാം സമയമെടുത്തുകൊണ്ട് കാര്യങ്ങൾ നടത്തി കൃത്യത ഉറപ്പുവരുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും മാണിയുടെ പ്രപ്പോസലൊക്കെ വന്നിട്ട് ദീർഘകാലമായി. നിങ്ങൾക്കറിയാം, 3-4 വർഷക്കാലം മുമ്പുള്ള ബഡ്ജറ്റിൽ തന്നെ അതിനുള്ള തുക മാറ്റിവെച്ചിട്ടുണ്ട്. പല അന്വേഷണങ്ങളിലൂടെ പോയിട്ടാണ്. ഏതെങ്കിലും പ്രത്യേക പ്രീണനമോ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ദേഷ്യമോ ആ കാര്യത്തിലില്ല. നടപടിക്രമങ്ങൾ കൃത്യമായി കംപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ മുതൽ കിട്ടിയതിന്റെ ചിലത് കൂടുതൽ വേഗതയിലായി എന്നുള്ളത് ഒഴിച്ചാൽ ഏതെങ്കിലും മാറ്റി നിർത്തലോ എടുക്കലോ ഉണ്ടാകില്ല. റവന്യൂ വകുപ്പല്ലേ ഇതിന്റെ ഫയൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കാനൻ രാജേന്ദ്രന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തർക്കത്തിന്റെ പ്രശ്നം ഉണ്ടാകില്ല. ഇവിടെ മാത്രമല്ല, നേരത്തെ മുതൽ ഇങ്ങനെ ഒരു ശീലം കേരളത്തിനുണ്ട്. പാട്ടം ഈ പേരുകളിലുള്ളവർക്ക് മാത്രമല്ല, അല്ലാത്ത സ്ഥാപനങ്ങൾക്കും ഈ സമയങ്ങളിലൊക്കെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിക്ക് പതിച്ചു കൊടുത്തു, പണം മേടിച്ചു പതിച്ചു കൊടുത്ത നിലപാട് ഗവൺമെന്റ് എടുത്തു. എല്ലാത്തിനും വരുന്നുണ്ട്. ചില പേരുകളിലുകൊണ്ട് മാത്രം അതിലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു പ്രക്രിയയാണ്. പ്രഡിക്ഷൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ നടപടി ക്ലിയർ, അർഹത, ഇതൊക്കെ നോക്കി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നടക്കും. സ്ഥലങ്ങൾ നാട്ടിൽ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ചിലത് വന്നാൽ ചിലതല്ലാതെ വരും. ഇപ്പം ഞാനതും ഒരു പ്രഡിക്ഷന് പോകുന്നില്ല. നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ഇത്തരം അപേക്ഷകളിൽ വളരെ ക്ലിയറായി ഒരു ദിവസം പോലും വൈകാത്ത നിലപാടുകൾ എടുക്കും. ഓരോന്നിനും അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആളുകൾ നൽകേണ്ട പിന്നെ സമ്മതങ്ങളുണ്ടാകും. നോക്കിയതിന് ശേഷം ചെയ്യും.